ഹായ് ഗായ്സ്. ഇസാമോക്ക് അവളുടെ ബാപ്പുമ്മ സാരിയുടെ ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് കളിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഇത്. അപ്പോൾ ഒരു കോട്ടൻ്റെ സാരിയാണ്. അപ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്. അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് ഉടുപ്പൊക്കെ തയ്ച്ചാൽ ഇടാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് ഒരു ഫ്രോക്ക് തയ്ച്ച് തരുമോ എന്ന് ചോദിച്ചു എന്നോട്. നമുക്കിതെങ്ങനെ ഒരു ഫ്രോക്കായി തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. എൻ്റെ ഇവിടെ മെഷീനൊന്നുമില്ല. കുറേ നൂലും സൂചിയും ഒക്കെ ഉണ്ട്. പിന്നെ കത്രിക എടുത്തിട്ടുണ്ട്, ടാപ്പുണ്ട്. അവളൊരു കളർ പെൻസിൽ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവൾക്കൊരു ഫ്രോക്കാണ് ആവശ്യം. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇടാനുള്ള ഡ്രസ്സ് ഫ്രോക്കാണ്. എന്നാൽ അവളെ ബാപ്പക്ക് അവൾ ഫ്രോക്ക് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ബനിയനും പാൻറ്റും നിക്കറും അങ്ങനെ വാങ്ങുള്ളൂ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഫ്രോക്കാണ് ഇഷ്ടം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലതാണ് ഉമ്മ, നല്ല കളറാണ്, പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു ഫ്രോക്ക് തയ്ച്ചു തരുമോ, സിമ്മി പോലത്തെ എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ നിന്ന് ഇടാമല്ലോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക്. ചെറിയൊരു ക്ലോത്താണ്, ചെറിയൊരു കഷ്ണമാണ്. നമുക്ക് എങ്ങനെ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കാം. ഞാൻ പണ്ട് തയ്ച്ചിരുന്നു, ഇപ്പോൾ ഇതെല്ലാം മറന്നു ശരിക്കും. എന്തായാലും അവൾ പറഞ്ഞതല്ലേ, നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സെമ്മി പോലെ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ കെട്ടൊക്കെ ആയിട്ടുള്ള ഒന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കത് 4 മടക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് നമുക്ക് കറക്റ്റിൽ കട്ട് ചെയ്തെടുക്കാം. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ എല്ലാം മറന്നു ഞാൻ. എന്തായാലും നമുക്കൊരു നീളം ഒരു 12 എടുക്കാം അല്ലേ. ഞാൻ അവളൊരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വീതി എത്രയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അവളൊരു ഫ്രോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ല നിശ്ചയം പോരാ എങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെ ഒരു കഷ്ണം ആദ്യം മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രണ്ടിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ,
അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അവൾ 4 മണിയാകുമ്പോഴേക്കും വരും. അപ്പോഴേക്കും നമുക്കത് റെഡിയാക്കണം. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കതിന് വേണ്ടി നൂല് ഒക്കെ നൂല് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇത് മതി. വൈറ്റും ഉണ്ട്, പക്ഷെ വൈറ്റിനെക്കാട്ടും കൂടുതൽ പിങ്ക് ആയിരിക്കും ചേരാം അല്ലേ. അപ്പം നമുക്ക് സൂചി ഇടണം. ഓക്കെ, സൂചി ചിലത് നല്ലതുണ്ട്, ചിലത് തുരുമ്പൊക്കെ പിടിച്ചു പോയിട്ടുണ്ട്. തുര പിടിക്കാത്ത സൂചി നോക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഇതിന് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, നമുക്കിതെടുക്കാം. ഒരു മിഷ്യൻ വാങ്ങണം ഗൈസ്. വാങ്ങും, എല്ലാം വാങ്ങും. അയ്യോ, തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് വേസ്റ്റ് ചെയ്യണ്ട. ഒരു നൂലിന് 5 രൂപ എങ്ങാനാണ് വില. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലോട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പട്ട, ഫ്രോക്കിൻ്റെ ഇവിടെ വെക്കാൻ ഒരു പട്ട തയ്യാറാക്കി എടുക്കണം നമുക്ക്. അപ്പം ആ പട്ട തയ്ക്കാം ആദ്യം. പട്ട ഇവിടെ, പട്ട. ഞാൻ ഇതിൻ്റെ പട്ട ഉണ്ടാക്കി വെച്ചു ഗേസ്. കുഞ്ഞ് പട്ടയാണ്. അപ്പോൾ പട്ട ഞാൻ ഈർക്കിളി എടുത്തിട്ട് അതിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ട തയ്ച്ചു ഗേസ്. ഇനി ബാക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് തയ്ച്ചെടുക്കാൻ. മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഷടേന്നാണ് പരിപാടി കഴിഞ്ഞാൽ. ഇതിങ്ങനെ തയ്ച്ച് 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 എന്നിട്ടത് റിസ്ക്കാണ്, റിസ്ക്. ഒരമ്പെടുത്തിട്ട് വേറെ എടുത്തിട്ട് നമുക്ക് ഇതിനെ ഇവിടെ വെച്ച് കൊടുക്കാം. മല്ലിക. ഞാൻ ആദ്യം പെന്നായിരുന്നു എടുത്തത് ഇത് എഴുതാൻ, വരയ്ക്കാൻ. അപ്പം ഈ പെന്നിന് മൊത്തം മഷി ലീക്കായി. ഇപ്പം അത് തൊടാൻ പോകേണ്ട ഡ്രസ്സിലാവും. അപ്പം ഞാനിതിങ്ങനെ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വേണ്ട പതുക്കെ ഇതിനെ നമുക്ക് കവർ ചെയ്ത് എടുക്കാം. ഇതിനെ നമുക്കിങ്ങനെ പൂവായി കണ്ടില്ലേ. നമുക്ക് ചിരട മനസ്സിലായില്ല, ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൊള്ളാവോ ഗൈസ്? അങ്ങനെ ഞാൻ 4 എണ്ണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്കത് ഇവിടെ വെക്കാം. ഇനി അടുത്ത ജോലിയുണ്ട്. അടുത്തതാണ് ജോലി. ഇനി നമുക്കത് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഏതു പന്തൽ എനിക്ക്, ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ. ഏതു മേളം കേട്ടാലും അത് നാദസ്വരമേളം. മുഹൂർത്ത നാള് നോക്കുവാൻ നേർച്ച നേരും പൈങ്കിളി. മുഹൂർത്ത നാള് നോക്കുവാൻ നേർച്ച നേരും പൈങ്കിളി. ഏതു പന്തൽ എനിക്ക്, ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ. ഏതു മേളം കേട്ടാലും അത് നാദസ്വരമേളം. അപ്പം നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇവള് ഈ പാട്ട് പാടണേന്ന്. ചുമ്മാ പാടിയതാ, വായിൽ ആ പാട്ട് വന്നു, ഞാനങ്ങ് പാടി, അത്രയേ ഉള്ളൂ.
ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ പാടും. പണി തന്നെയാണ് ഇത്. കൈ കൊണ്ട് തയ്ക്കുക എന്ന് പറഞ്ഞാലേ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. വേണ്ടായിരുന്നു. പിന്നെ അവളെ മുഖത്ത് സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാ. കുറച്ച് പണി തന്നെട്ടത്. ഞാനിങ്ങനെ തയ്ച്ചു കേട്ടോ. തയ്ച്ചു ഇത്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചു നോക്കാം. ഞാനുണ്ട് നോക്കാം. സംഭവം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. ഉണ്ടല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ തയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ മേലെ നമുക്ക് പ്ലീറ്റൊക്കെ കൊടുക്കാം, അങ്ങനെ ചുരുക്കൊക്കെ കൊടുക്കാം. പക്ഷെ അപ്പോൾ അതെന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണും. ഇപ്പോൾ നമ്മളെ മെഷീനിലിട്ട് തയ്ക്കും പോലല്ല, കയ്യിൽ തയ്ക്കുമ്പോൾ വലിയ വലിയ സ്റ്റിച്ചായിരിക്കും വരാം. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തത് കാണൂല. കണ്ടില്ലേ? കണ്ട, നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തത് കാണാൻ പറ്റില്ല, തയ്ച്ചത് കാണാൻ പറ്റില്ല. കണ്ടില്ലേ? മറ്റ് നമ്മളിവിടെ തയ്ക്കുമ്പോൾ ഇവിടെ കാണും, പുറത്ത് ഇങ്ങനെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ഇതാകുമ്പോൾ കവറിങ് ആണല്ലോ, പുറത്തോട്ട് കാണൂല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ കാരണം. ഇതിൻ്റെ പട്ടൊക്കെ കുറച്ച് വലുതാക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറച്ച് വലുതാക്കാം. ഞാനിങ്ങനെ ചെയ്ത്. ഇനി നമുക്ക് അടുത്ത ഇതാണ് ഗായ്സ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു. ഇതാണ് എൻ്റെ ഇതാണ് ഗായ്സ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു. ഇതാണ് എൻ്റെ ഓക്കെ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ലാ. പോലെ പുറത്തേക്ക് വേണ്ട.